റീസെൻ്റ്ലി നമുക്ക് യങ്സ്റ്റേഴ്സിൽ പണ്ടൊന്നും നമ്മൾ യങ്സ്റ്റേഴ്സിൽ നടുവേദനയോ അല്ലെങ്കിൽ ഈ കഴുത്ത് വേദനയോ ഒന്നും നമ്മൾ അധികം കാണാറില്ല. പക്ഷേ റീസെൻ്റ്ലി അത് കാണുന്നതിന് കാരണം അവർ പ്രോപ്പർ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാത്തതിൻ്റെ കാരണം തന്നെയാണ്. ഇപ്പം പുതിയൊരു എൻറ്റിറ്റിയാണ് ടെക്സ്റ്റ് നെക്ക് സിൻഡ്രോം. ടെക്സ്റ്റ് നെക്ക് സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളൊരു ഹാൻഡ് ഹെൽഡ് ഡിവൈസാണ് ഇപ്പം എല്ലാവരും ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം. എപ്പോഴും കഴുത്ത് ഇങ്ങനെ മടക്കി വെച്ചിട്ടുള്ള ഒരു പോസ്ചർ കണ്ടിന്യൂസ്ലി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാരണം ഇപ്പോൾ ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നു, പിന്നെ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്നു, ലാപ്ടോപ്സ് യൂസ് ചെയ്യുന്നു. ഇതിനെല്ലാം നമുക്കൊരു ഈ ഫ്ലെക്സ് പോസ്ചർ, അത് കഴുത്ത് മടങ്ങിയിട്ടുള്ളൊരു പൊസിഷൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന കാരണം ഭയങ്കര കോമൺ ആയിട്ട് നെക്ക് പെയിനും അതുപോലെ പ്രോപ്പർ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാത്ത കാരണം, സിറ്റിംഗ് പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാത്ത കാരണം ബാക്ക് പെയിനും വളരെയധികം ഇപ്പോൾ കാണുന്നുണ്ട് യങ്സ്റ്റേഴ്സിൽ. ഇങ്ങനത്തെ ഒരു കേസുമായിട്ട് ഡോക്ടറെ അടുത്ത് വരുമ്പോൾ ഏറ്റവും പെട്ടെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വർക്കൗട്ട് അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്നൊരു റെമഡി ആയിട്ട് അവർക്ക് ഡോക്ടർ പറഞ്ഞു കൊടുക്കാറുള്ളത് എന്താണ്? ഇതിന് പെട്ടെന്നൊരു റെമഡി സത്യം പറഞ്ഞാൽ ഇല്ല. നമുക്ക് ഒന്ന് പ്രോപ്പർ എർഗോണോമിക്സ്, നമ്മൾ ഇരിക്കുന്ന ആ ഒരു സിറ്റിംഗ് പോസ്ചർ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഇറക്റ്റായിട്ട് ഇരിക്കുക, നമ്മുടെ മോണിറ്ററിൻ്റെ ലെവൽ നമ്മുടെ ഐസൈറ്റിൻ്റെ ലെവലിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അത് ലോങ് ടേം ആയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഡിസീസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ.